നമസ്കാരം. നാം ഇന്ന് കാണുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ നമ്മളെന്ന് വിശ്വസിച്ചിരിക്കുന്നവരാണ് നമ്മൾ. മറ്റാരുടെയോ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അല്ലായെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും ചുറ്റുവട്ടങ്ങളിൽ നിന്നും കിട്ടിയ നെഗറ്റീവ് സ്ട്രോക്കുകളും എക്സ്പീരിയൻസുകളും സൃഷ്ടിക്കപ്പെട്ട ഒരു സ്വഭാവത്താലും ബിഹേവിയറിനാലും നമ്മുടെ ആറ്റിറ്റ്യൂഡിനാലും സൃഷ്ടിക്കപ്പെട്ട നമ്മളാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളിലുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആന്തരിക ശക്തി എന്ന ഒന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെന്ന് പറയുന്നത്. അതിനെ നാം ഉണർത്തുകയല്ലാതെ മറ്റൊരു മാർഗവും ജീവിതത്തിൽ വിജയിക്കാനില്ല എന്നതാണ് സത്യം. ജീവിതത്തിൽ വിജയിച്ച മഹാഭൂരിപക്ഷം ആളുകളും, ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളും അവരവരുടെ ഉള്ളിലുള്ള ആന്തരിക ശക്തിയെ തിരിച്ചറിഞ്ഞവരാണ്. ആ തിരിച്ചറിവിൽ നിന്ന് ആ ആന്തരിക ശക്തിയുടെ പിൻബലത്തിൽ മുന്നോട്ട് പോയവരാണ് ജീവിതത്തിൽ സമാധാനം കണ്ടെത്തിയവർ, ജീവിതത്തിൽ വിജയം കണ്ടെത്തിയവർ, ജീവിതത്തിൽ സക്സസ് എന്ന ആ മഹത്തായ ലക്ഷ്യം അച്ചീവ് ചെയ്തവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മളെ ഉള്ളിലുള്ള ദൈവീകമായ ആ ആന്തരിക ശക്തിയെ ഉണർത്തുകയും അതിലൂടെ അതിൻ്റെ പിൻഫലത്തിൽ അതിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകുകയും ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കരഗതമാക്കുകയും ചെയ്യണം. അതിനെ സഹായിക്കുന്ന നമ്മുടെ ആന്തരിക ശക്തിയെ, ആന്തരിക ചോദനയെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായിട്ടുള്ള 7 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനും ശ്രമിക്കണമെന്ന് അറിയിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, കണക്ട് വിത്ത് യുവർ ഇന്നർ സെൽഫ്. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മളെ അതിനെ പ്രചോദിപ്പിക്കുകയും അതുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതിനുവേണ്ടി നമ്മുടെ വാല്യൂവിനെയും പാഷനെയും നമ്മുടെ സ്ട്രെങ്ത്തിനെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം പ്രവർത്തന പദത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആന്തരിക ശക്തി സ്വാഭാവികമായും ഉണർന്നു തുടങ്ങും. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒന്ന്, പ്രാക്ടീസ് സെൽഫ് കെയർ. നമ്മളെക്കുറിച്ച് നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ ശക്തി എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ ശാരീരികമായ, വൈകാരികമായ, മാനസികമായ നന്മക്ക് സഹായകരമായ നമ്മുടെ ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ വെൽബീയിങ്ങിനെ സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും അത് ദിനചര്യയുടെ ഭാഗമാക്കുകയും ചെയ്യുക. മൂന്നാമതായി, ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും, തടസ്സങ്ങൾ വരും. എന്നാൽ അതിനെയൊക്കെ മറികടക്കാനും ചലഞ്ചസിനെ എംബ്രാൻസ് ചെയ്യാനും ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളെ സാധ്യതകളായി കണ്ടുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പരാജയങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനും കഴിയുന്ന ഒരു മനോഭാവം, ഒരു മാനസികാവസ്ഥ നാം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യണം. നാലാമത്തെ കാര്യം, സെറ്റ് ബൗണ്ടറീസ്. നമ്മുടെ നീഡ്സിനെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ സന്തോഷങ്ങളെ, നമ്മുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് ബാക്കിയുള്ളതിനോടെല്ലാം ആവശ്യമായ ഘട്ടങ്ങളിൽ നോ പറയാനും നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ മോട്ടീവ് ചെയ്യുന്ന, നമുക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കൂടെ കൂട്ടുകയും അല്ലാത്തവരെ നമുക്ക് മാറ്റി നിർത്താനും ഒക്കെ കഴിയുന്ന ഒരു ബൗണ്ടറി, നമ്മുടേതായ നമ്മുടെ വാല്യൂസും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ബൗണ്ടറി നാം സെറ്റ് ചെയ്യണം. അഞ്ചാമതായി, കൾട്ടിവേറ്റ് യുവർ സെൽഫ് അവയർനെസ്. നമ്മളെ കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ സൃഷ്ടിച്ചെടുക്കുക. അതിനെ നാം എല്ലാ അർത്ഥത്തിലും വെള്ളവും വളവും നൽകിക്കൊണ്ട് സൃഷ്ടിച്ചെടുക്കുക. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുക, നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുക, നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുക. അതിന് നമ്മുടെ ജീവിതത്തെ
മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടു പോക്കിനെ, വിജയത്തിനെ, സന്തോഷത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്തൊക്കെ എന്ന് പരിശോധിക്കുകയും ചെയ്ത് പോസിറ്റീവായ കാര്യങ്ങളെ ശക്തിപ്പെടുത്താനും കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങളെ നമ്മളിലേക്ക് ചേർത്ത് വെക്കാനും നെഗറ്റീവായ കാര്യങ്ങളെ പരമാവധി ഒഴിവാക്കാനും അത്തരം കാര്യങ്ങളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ഒരു മാനസികമായ കരുത്ത് നാം നേടിയെടുക്കണം. ഇങ്ങനെയുള്ള നിരന്തരമായി വിജയിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്, നിരന്തരമായി വളരാനുള്ള ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മൈൻഡ് സെറ്റ് നാം രൂപീകരിക്കണം. ആറാമത്തെ കാര്യം, ബിൽഡ് റെസിലിയൻസ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, ജീവിതത്തിൽ തടസ്സങ്ങൾ വരും. അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു കരുത്ത് നാം നേടണം. അതിനായി പുതിയ പുതിയ സ്കില്ലുകൾ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, ആ പ്രയാസങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന പുതിയ പുതിയ സ്കില്ലുകൾ നാം ഡെവലപ്പ് ചെയ്തെടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള ആധുനികമായ വളർച്ചയുടെ കാലഘട്ടത്തിൽ അതനുസരിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ നാം നേടുകയും ചെയ്യുക. അങ്ങനെ അറിവും സ്കില്ലും പുതുതായി നേടിയെടുത്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനുള്ള ഒരു മനക്കരുത്ത്, ഒരു ഉൾക്കരുത്ത് നാം നേടിയെടുക്കണം. ഏഴാമത്തെ കാര്യം, നമ്മുടെ മാനസികാവസ്ഥയെ, ചിന്താശക്തിയെ ശക്തമാക്കുക. ശക്തമായ, നല്ല രീതിയിൽ ചിന്തിക്കുന്ന, പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നാം രൂപീകരിച്ചെടുക്കുക. എംപവർ യുവർ തോട്ട്സ്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് രൂപീകരിച്ചെടുക്കുന്നതിന് വേണ്ടി മെഡിറ്റേഷൻ, പോസിറ്റീവ് അഫർമേഷൻ തുടങ്ങിയവ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുക, നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കുക. അതിലൂടെ നമ്മളെ തിരിച്ചറിയാനും നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നും, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അത്തരം സെൽഫ് ടോക്കുകൾ നിരന്തരമായി നമ്മളോട് തന്നെ നാം സംസാരിക്കുന്ന ആ സെൽഫ് ടോക്കുകൾക്ക് പകരം പോസിറ്റീവായിട്ടുള്ള അഫർമേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് ഈ നെഗറ്റീവിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ, നെഗറ്റീവിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരികയും പോസിറ്റീവായിട്ടുള്ള സ്ഥിരീകരണ വചനങ്ങൾ, അഫർമേഷൻസ് നാം ശീലിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ, ഒരനുഷ്ഠാനം കണക്കെ നാം അത് അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ മനക്കരുത്ത്, നമ്മുടെ ആത്മശക്തി, ആന്തരികമായിട്ടുള്ള പവർ, അതിനെ നമുക്ക് പുറത്തെടുക്കാനും ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒന്നാമനായി മാറാനും കഴിയും. നമ്മുടെ ആ ആന്തരിക ശക്തിയെ പുറത്തെടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ, മുന്നോട്ട് ഗമിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.